ആലപ്പുഴ ജില്ലയിലെ മാന്നാർ ഗ്രാമപഞ്ചായത്തിൽ രാഷ്ട്രീയ കേരളത്തെ അമ്പരപ്പിച്ച സിപിഐഎം ബിജെപി വോട്ട് കച്ചവട ആരോപണത്തിൽ ഒടുവിൽ പാർട്ടി കടുത്ത നടപടിയിലേക്ക്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ പാർട്ടി അംഗങ്ങൾ ബിജെപിക്ക് വോട്ട് ചെയ്ത സംഭവത്തിൽ പരസ്യമായ വീഴ്ച ഉണ്ടായെന്ന് വിലയിരുത്തി മാന്നാർ പഞ്ചായത്ത് പ്രസിഡന്റ് BK പ്രസാദിനെ സിപിഎം 6 മാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പാർട്ടിയുടെ അന്തസ്സിന് നിരക്കാത്ത വിധം ബിജെപിയുമായി രഹസ്യ കൂട്ടുകെട്ടുണ്ടാക്കിയെന്ന ഗുരുതരമായ ആരോപണമാണ് പ്രാദേശിക നേതൃത്വത്തിനെതിരെ ഉയർന്നിരിക്കുന്നത്. നടപടിക്ക് പിന്നാലെ BK പ്രസാദ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പാർട്ടിക്ക് കത്ത് നൽകി. ഇതോടെ മാന്നാർ പഞ്ചായത്ത് ഭരണം വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. മാന്നാർ പഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പാണ് വിവാദങ്ങളുടെ പ്രഭവ കേന്ദ്രം. ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സേതുലക്ഷ്മിക്ക് സിപിഐഎം പ്രതിനിധികളായ 2 വനിതാ അംഗങ്ങൾ വോട്ട് ചെയ്തതാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയത്. സിപിഎം അംഗങ്ങളായ K മായയും J സുശീല കുമാരിയുമാണ് ബിജെപിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയത്. മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന സിപിഐഎം ബിജെപിയുമായി ഇത്തരമൊരു വോട്ട് കച്ചവടം നടത്തിയത് പാർട്ടി അണികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി. സംഗതി വിവാദമായതോടെ ജില്ലാ നേതൃത്വം ഇടപെടുകയും അടിയന്തരമായി അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. മാന്നാർ പഞ്ചായത്തിലെ ഭരണസമിതിയുടെ കക്ഷിനില പരിശോധിച്ചാൽ ഈ വോട്ട് മറിക്കലിന്റെ ആഴം വ്യക്തമാകും. പഞ്ചായത്തിൽ LDF-ന് 8 അംഗങ്ങളാണുള്ളത്. UDF-നും NDA-ക്കും 5 വീതം അംഗങ്ങളുണ്ട്. കൂടാതെ ഒരു സ്വതന്ത്ര അംഗവുമുണ്ട്. 8 അംഗങ്ങളുള്ള LDF-ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ വ്യക്തമായ ആധിപത്യം ഉണ്ടായിരിക്കെയാണ് 2 അംഗങ്ങൾ ബിജെപിക്ക് വോട്ട് ചെയ്തത്. UDF-നെ പരാജയപ്പെടുത്താൻ ബിജെപിയുമായി പ്രാദേശിക തലത്തിൽ CPM നേതാക്കൾ ധാരണയിലെത്തിയെന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം. എന്നാൽ ഇത്തരമൊരു നീക്കം പാർട്ടി നയത്തിന് വിരുദ്ധമാണെന്നും ഇതിന് നേതൃത്വം നൽകിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്നും ആരോപണമുയർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും പാർട്ടി നേതാവ് എന്ന നിലയിലും ഇത്തരം വിട്ടുവീഴ്ചകൾ BK പ്രസാദ് മൗന അനുവാദം നൽകിയെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ കണ്ടെത്തൽ. പാർട്ടിയുടെ വോട്ടുകൾ ബിജെപി പെട്ടിയിലായപ്പോൾ അത് തടയാൻ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ഇതേ തുടർന്നാണ് 6 മാസത്തെ സസ്പെൻഷൻ നടപടി. അച്ചടക്ക നടപടി പ്രഖ്യാപിച്ച ഉടൻ തന്നെ പ്രസാദ് തന്റെ രാജ്യസന്നദ്ധത അറിയിക്കുകയായിരുന്നു. പാർട്ടിയുടെ തീരുമാനത്തെ അനുസരിക്കുന്നുവെന്നും എന്നാൽ രാഷ്ട്രീയ ഗൂഢാലോചനയിൽ പങ്കില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട്. എങ്കിലും ഭരണത്തലവൻ എന്ന നിലയിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിയാനാവില്ലെന്ന് പാർട്ടി നേതൃത്വം വ്യക്തമാക്കി. സംഭവത്തിൽ CPM-നെതിരെ രൂക്ഷമായ പരിഹാസവുമായി കോൺഗ്രസ് രംഗത്തെത്തി. അന്തർധാര സജീവമാണ് എന്ന് ഓരോ തവണയും CPM ആരോപിക്കുമ്പോൾ മാന്നാറിലെ സംഭവം അതിനുള്ള മറുപടിയാണെന്ന് UDF നേതാക്കൾ പരിഹസിച്ചു. ബിജെപിയെ ജയിപ്പിക്കാൻ CPIM വോട്ട് ചെയ്തത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ അപമാനമാണെന്ന് അവർ ആരോപിച്ചു. അതേസമയം BJP സ്ഥാനാർത്ഥിയുടെ വിജയം അംഗങ്ങളുടെ വ്യക്തിപരമായ തീരുമാനങ്ങളുടെ ഫലമാണെന്ന രീതിയിലാണ് BJP നേതൃത്വം പ്രതികരിക്കുന്നത്. എന്നാൽ CPM അംഗങ്ങളുടെ വോട്ട് ലഭിച്ചതിനെ കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകാൻ പ്രാദേശിക BJP നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. CPIM പ്രവർത്തകർക്കിടയിൽ മാന്നാറിലെ സംഭവം വലിയ മുറിവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാർട്ടിയുടെ കൊടിയ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്ന BJPക്ക് സ്വന്തം പാർട്ടി മെമ്പർമാർ വോട്ട് ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ലെന്ന ഒരു വിഭാഗം പ്രവർത്തകർ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും പ്രതിഷേധം അറിയിച്ചു. ജില്ലാ നേതൃത്വം ഉടൻ നടപടിയെടുത്തത് ഈ പ്രതിഷേധം തണുപ്പിക്കാനാണെന്ന് വിലയിരുത്തപ്പെടുന്നു. BK പ്രസാദിനെതിരെയുള്ള നടപടിയിലൂടെ പാർട്ടി ഇത്തരം കാര്യങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. വരും ദിവസങ്ങളിൽ വോട്ട് ചെയ്ത വനിതാ അംഗങ്ങൾക്കെതിരെയും കൂടുതൽ നടപടികൾ ഉണ്ടായേക്കാം. പ്രസിഡന്റ് BK പ്രസാദ് രാജിവെക്കുന്നതോടെ മാന്നാർ പഞ്ചായത്തിൽ പുതിയ ഭരണ പ്രതിസന്ധി ഉടലെടുക്കും. പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തേണ്ടി വരും. LDF-ന് കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ മറ്റ് പാർട്ടികളുടെ നിലപാട് നിർണായകമാകും. മാന്നാർ മോഡൽ വോട്ട് മറിക്കൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും മറ്റ് തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലും വലിയ ചർച്ചാ വിഷയമാകും. CPIM BJP ബന്ധം ആരോപിക്കുന്ന പ്രതിപക്ഷത്തിന് ലഭിച്ച വലിയൊരു ആയുധമായി ഈ സംഭവം മാറിക്കഴിഞ്ഞു.